നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത തരൂരിനെ വിളിപ്പിച്ച് ഹൈക്കമാൻഡ് എന്ന വാർത്തയാണ്. തരൂരിനെ നേരിട്ട് കാണാനായി രാഹുൽ ഗാന്ധി വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മോദി സ്തുതിയും ലേഖന വിവാദവും എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന കെ.സി. വേണുഗോപാൽ, പരാമർശങ്ങളിൽ തെറ്റായ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് തരൂർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഹൈലൈറ്റുകൾ ബുള്ളറ്റിനായി നൽകിയിട്ടുണ്ട്. മോദി സ്തുതിക്കും ലേഖന വിവാദത്തിനും പിന്നാലെ ശശി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. തരൂർ മടങ്ങിയ ശേഷം ഖാർഗെയുടെ വസതിയിൽ മറ്റു നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന്, അടുത്ത വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് എന്ന വാർത്തയാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള വരവേൽപ്പ്. ഊർജ്ജം, വ്യാപാരം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് രണ്ട് ബുള്ളറ്റിൻ നൽകിയിട്ടുള്ളത്. ഊർജ്ജ വ്യാപാര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, യൂസഫ് അലി, രവി പിള്ള, ജെ.കെ. മേനോൻ ഇന്ത്യയിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം വിയോജിപ്പ് പുറത്തുവിട്ട് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തതും പ്രധാനമന്ത്രിയും ഇഷ്ടക്കാരനുമായി മന്ത്രിയും ചേർന്ന് തീരുമാനിക്കുന്നതും സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, സർക്കാർ സുതാര്യത പുലർത്തണമെന്ന് KCBC ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച സർക്കാർ സുതാര്യത പുലർത്തണമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ പുറത്തുവിടണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഉടൻ മന്ത്രിസഭ പരിഗണിക്കണമെന്നും വകുപ്പുകൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതും ഇനിയും നടപ്പാക്കാത്തതുമായ കാര്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്നുമുള്ള കഴിഞ്ഞ 17-ന് നടന്ന അവലോകന യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആശ്വാസകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ കാരണം അനൗൺസ്മെന്റുകളാണ് RPF അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. തിക്കിലും തിരക്കിലും പെട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ മരിക്കാനിടയായ ദുരന്തത്തിൽ റെയിൽവേയുടെ അനൗൺസ്മെന്റ് പ്രധാന കാരണമായെന്ന് റെയിൽവേ സംരക്ഷണ സേനയുടെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഏകോപന ചുമതല സ്പെഷ്യൽ ഓഫീസർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കേന്ദ്രം അനുവദിച്ച കാപ്പസ് വായ്പയുടെ അടിസ്ഥാനത്തിലുള്ള വയനാട് ടൗൺഷിപ്പ് പുനർനിർമ്മാണത്തിന്റെ ഏകോപന ചുമതലയിൽ നിന്ന് ജില്ലാ കളക്ടറെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്ത ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇരട്ട നികുതി ഒഴിവാക്കും എന്ന ഭാരത ഖത്തർ തന്ത്രപ്രധാന കരാറുകളെ സംബന്ധിച്ച വാർത്ത തന്നെയാണ്. ഭാരതവും ഖത്തറും തമ്മിലെ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമിയിൽ പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. EDയുടെ വ്യാപക റെയ്ഡ് എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. അനന്തകൃഷ്ണൻ, ആനന്ദകുമാർ, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് എന്നിവരുടെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിച്ചത്. ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ തന്നെ ജന്മഭൂമി ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, കാര്യവട്ടം ക്യാമ്പസിലും SFIയുടെ ക്രൂര റാഗിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങിനെ സംബന്ധിച്ച വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ SFIയുടെ റാഗിംഗ് ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, മുഹമ്മദ് അസറുദ്ദീന് സെഞ്ചുറി കേരളോത്സവം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത ജന്മഭൂമി നൽകുന്നത്. രഞ്ജിയിൽ ഗുജറാത്തിനെതിരെ കേരളം മികച്ച സ്കോറിലേക്ക് എന്ന മറ്റൊരു സബ് ഹെഡിങ്ങും കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഗുജറാത്തിൽ കേരളോത്സവം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ബുദ്ധി കേന്ദ്രവും പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രത്തെ പിടിയിലാക്കിയ സംസ്ഥാന പോലീസ് പിടിയിലാക്കിയ വാർത്തയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് എന്നൊരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിലെ പ്രധാന പ്രതികളായ രാജ്യാന്തര കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ഓഹരി വിപണിയിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.65 കോടി രൂപ തട്ടിയ കേസിൽ 2 തായ്വാൻകാരാണ് പിടിയിലായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പിന്നാലെയുണ്ട് കേരള പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ നടക്കുന്ന ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് അന്വേഷണത്തിലും പണം വീണ്ടെടുക്കലിലും ബോധവൽക്കരണത്തിലും മുന്നിൽ കേരള പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, വ്യവസായ സൗഹൃദം കേരളം ഒന്നാമതായതിൽ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ വാക്കുകളാണ്. കേരള വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ അഭിമാനമെന്ന് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, അസറിന് സെഞ്ചുറി
റൺവേ എന്ന വാർത്തയാണ്. കോട്ടകെട്ടി കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളം ശക്തമായ നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. പാതിവിലയ്ക്ക് സ്കൂട്ടർ അടക്കം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ KPCC മുൻ വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിന്റെ ബാങ്ക് അക്കൗണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വിമാനം. കഴിഞ്ഞ ദിവസം വിമാന അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൃത്യമായ അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ മാധ്യമം നൽകുന്നുണ്ട്. എന്താണ് ശരിക്കും റൺവേയിൽ സംഭവിച്ചതെന്നെല്ലാം തന്നെ ചിത്രങ്ങൾ സഹിതം വിശദീകരിക്കുന്നുണ്ട് മാധ്യമം. നോക്കി നിൽക്കെ റൺവേയിൽ അതാ വിമാനം കാരണം മറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കാനഡയിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ ചെരിഞ്ഞു മറിഞ്ഞ അപകടം, യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. കാനഡയിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ വശം ചെരിഞ്ഞു മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച ടൊറന്റോയിലെ പിയേഴ്സൺ വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കുരുക്കുമുറുക്കി EDയും എന്ന തലക്കെട്ടോടുകൂടിയാണ് മാധ്യമം ആ വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി തരൂരിനെ വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും മാധ്യമം വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയും സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെയും പുകഴ്ത്തി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ശശി തരൂർ MPയെ രാഹുൽ ഗാന്ധി ചർച്ചയ്ക്കായി വിളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇന്ത്യയും ഖത്തറും ഇരട്ട നികുതി നീക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അമീർ മോദി ചർച്ചയിൽ കരാറായി, വ്യാപാരം ഇരട്ടിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ബുള്ളറ്റിൻ നൽകിയിട്ടുള്ളത്. നിക്ഷേപം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനും ഇരട്ട നികുതി ഒഴിവാക്കാൻ ഇന്ത്യയും ഖത്തറും തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്ത പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 12 ED റെയ്ഡ്, നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേരള കൗമുദി ED പരിശോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അനന്തകൃഷ്ണനും വിവിധ പേരുകളിൽ രൂപീകരിച്ച സന്നദ്ധ സംഘടനകളും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ED പ്രധാനമായും പരിശോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പോകുന്നത്. മറ്റൊന്ന്, റാഗിംഗ് തടയാൻ വരും ജുഡീഷ്യൽ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. റാഗിംഗ് എന്ന ക്രിമിനൽ വിനോദം തടയാൻ ജുഡീഷ്യൽ അധികാരത്തോടെ സംവിധാനം വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ആശാ വർക്കർമാർക്ക് ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. 2 മാസത്തെ ഓണറേറിയം ഇപ്പോൾ നൽകാൻ തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ സമരം ശക്തമാകുന്നതിനിടെ ഓണറേറിയത്തിലെ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ മാതൃഭൂമി നൽകുന്നത്. മറ്റൊന്ന്, തൊഴിലുറപ്പ് മേറ്റുമാരാക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ആശാ വർക്കർമാർക്ക് ഇനി തൊഴിലുറപ്പ് മേറ്റുമാരായോ സൂപ്പർവൈസർമാരായോ പ്രവർത്തിക്കാമെന്ന് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് മേറ്റിന്റെ ചുമതല എന്താണെന്നും ആശാ വർക്കർമാരുടെ ചുമതല എന്താണെന്നും വ്യക്തമായി തരംതിരിച്ച് തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം നിയമിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി മാതൃഭൂമിയെ സംബന്ധിക്കുന്ന 2 ഫ്രണ്ട് പേജുകളാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഖത്തർ കരാറായി, ഇരട്ട നികുതി ഒഴിവാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തറുമായുള്ള കരാറിനെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 കരാറുകളാണുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ബുള്ളറ്റിനായി നൽകുന്നുണ്ട്. ഉഭയകക്ഷി തന്ത്രപ്രധാന പങ്കാളിത്തം സ്ഥാപിക്കൽ, മറ്റൊന്ന് ഇരട്ട നികുതി ഒഴിവാക്കൽ, നികുതി വെട്ടിപ്പ് തടയൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് യഥാർത്ഥത്തിൽ ധാരണയായത്, എന്തെല്ലാമായിരുന്നു കരാറുകൾ എന്നെല്ലാം സൂചിപ്പിക്കുന്ന വ്യക്തമായ റിപ്പോർട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, പൂട്ടിക്കിടക്കുന്ന വീടിന് വാട്ടർ ബില്ല് 58,986 രൂപ എന്ന വാർത്തയാണ്. ബാരിച്ച ബില്ലുമായി 82കാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, റഷ്യയും US ഒരുമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈൻ യുദ്ധം തീർക്കൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. തിങ്കളാഴ്ച 3 വർഷം പൂർത്തിയാക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കാണാൻ സൗദി അറേബ്യയിലെ റിയാദിൽ ചൊവ്വാഴ്ച നടത്തിയ ഉച്ചകോടിയിൽ US റഷ്യയും തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ചർച്ചയ്ക്ക് വിളിച്ചില്ല, വിമർശിച്ച് സെലൻസ്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചെറിയ ഹൈലൈറ്റ് കൂടി നൽകുന്നുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിലെ പ്രധാന മഞ്ഞുരുക്കലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തരൂരിൽ മഞ്ഞുരുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒന്നിച്ചു നീങ്ങാൻ തയ്യാർ എന്ന വാക്കുകളും സ്ട്രിപ്പായി തന്നെ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ശ്രീവരാഹം ബാലകൃഷ്ണൻ അന്തരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ച മറ്റൊരു വാർത്ത.
പ്രമുഖ കഥാകൃത്തും അധ്യാപകനും സിനിമാ നിരൂപകനുമായ ശ്രീവരാഹം ബാലകൃഷ്ണൻ അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, കാര്യവട്ടം കോളേജിലെ ആക്രമണം, റാഗിങ്ങിന് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേസും വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകുന്ന വാർത്ത കിഫ്ബി ടോൾ തള്ളി CPI എന്ന വാർത്തയാണ്. നീക്കം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. സംസ്ഥാന കിഫ്ബി റോഡുകളിൽ ടോൾ അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കാൻ CPI തീരുമാനിച്ചു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഇത്തരം വരുമാന മാർഗങ്ങൾ തേടാവൂ എന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ തിരക്കിട്ടുള്ള നീക്കം ജനവികാരം എതിരാക്കുമെന്നും സംസ്ഥാന നിർവാഹക സമിതി വിലയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, മഞ്ഞുരുക്കാൻ ഡൽഹിയിൽ രാഹുൽ തരൂർ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. മറ്റൊന്ന്, പരസ്യ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയാണ്. ശശി തരൂരിനെ ഉന്നമിട്ടുള്ള പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, കാര്യവട്ടം കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പോലീസ് കേസ് 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.